ഹലോ, എന്നോട് കുറേ പേര് ചോദിച്ച വീഡിയോ ആണ് എൻറോൾമെൻറ്റ്, അതായത് വക്കീലന്മാരെ എൻറോൾ ചെയ്തേക്കുന്നത് എങ്ങനെയാണ് സസ്പെൻഡ് ചെയ്യുന്നത്. അതായത് നമ്മളിപ്പോൾ എൻറോൾമെൻറ്റൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ വേറെ ജോലി കിട്ടി പോവുകയാണെങ്കിൽ അത് സസ്പെൻഡ് ചെയ്യേണ്ടത് എങ്ങനെയാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ ബാർ കൗൺസിലിൻ്റെ സൈറ്റിൽ കയറുക, അവരുടെ വെബ്സൈറ്റിൽ നമുക്കിങ്ങനെ കാണാം അവിടെ രജിസ്റ്റർ ലോഗിൻ. അപ്പോൾ നമ്മളെല്ലാവരും ലോഗിൻ ചെയ്തിട്ടുണ്ടാവും, ഇല്ലാത്തവർ രജിസ്റ്റർ ചെയ്യുക. അതിൻ്റെ വീഡിയോസൊക്കെ തന്നെ എൻ്റെ ചാനലിലുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ലോഗിൻ ചെയ്യുക, അഡ്വക്കേറ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മളുടെ ഇമെയിൽ ID, പാസ്വേഡ് എന്നിവ നമ്മൾ കൊടുക്കുക. ആ പാസ്വേഡും ഇമെയിൽ IDയും കൊടുത്തു കഴിയുമ്പോഴേക്കും നമുക്കതവിടെ ലോഗിൻ ചെയ്യാൻ പറ്റും. ലോഗിൻ ചെയ്ത് നമ്മളകത്തോട്ട് കയറി കഴിയുമ്പോഴേക്കും നമ്മുടെ ഡാഷ്ബോർഡ് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഡാഷ്ബോർഡ് കാണുമ്പോഴേക്കും നമ്മളുടെ അതിനകത്ത് തന്നെ എല്ലാ ഓപ്ഷൻസും ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ ബാർ കൗൺസിൽ മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ അത്, വെൽഫെയർ മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അതിനകത്ത് തന്നെ നമുക്ക് സസ്പെൻഷൻ ഓഫ് എൻറോൾമെൻറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും നമുക്കിങ്ങനൊരു ടാബ് ഓപ്പൺ ആയിട്ട് വരും. എന്താണ് സസ്പെൻഷൻ ചെയ്യാനുള്ള കാര്യം, നമ്മളിപ്പോൾ എവിടെയെങ്കിലും ജോയിൻ ചെയ്യണമെങ്കിൽ ആ ജോയിനിങ് ഡേറ്റ് കൊടുക്കുക, ആ കാര്യങ്ങളെല്ലാം കൊടുക്കുക. അതിന് താഴെ നമുക്ക് റീസൺ കൊടുത്ത ശേഷം താഴെ 2 ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യാൻ പറയുന്നുണ്ട്. ഒന്ന് എൻറോൾമെൻറ്റ് സർട്ടിഫിക്കറ്റും പിന്നെ ഒന്ന് നമുക്ക് പുതുതായിട്ട് കിട്ടിയ അപ്പോയിൻമെൻറ്റ് ലെറ്ററോ എന്തെങ്കിലും, നമ്മളെവിടെയെങ്കിലും ജോലി കിട്ടിയാൽ പോകുന്നതെങ്കിൽ, അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ റീസൺ പറഞ്ഞിട്ട് നമ്മൾ ആ കാര്യങ്ങളെല്ലാം കൂടെ തന്നെ നമ്മൾ താഴെ സബ്മിറ്റ് ചെയ്യുക. ഈ 2 ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോഴേക്കും ഇതിൻ്റെ ഒറിജിനൽ നമ്മൾ ബാർ കൗൺസിൽ ഓഫ് കേരളയിൽ എത്തിക്കേണ്ടതാണ്. ഇതിന് ആപ്ലിക്കേഷൻ ഫീ ഒന്നുമില്ല. എന്നിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ട് നമ്മൾ അവസാനം ഐ എഗ്രി എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് സബ്മിറ്റ് ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ എൻറോൾമെൻറ്റ് സസ്പെൻഡ് ചെയ്യേണ്ടതിൻ്റെ പ്രൊസീജിയർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു വെബ്സൈറ്റിലൂടെ. പിന്നെ നമ്മുടെ റെക്കോർഡ്സ് കൂടി അവിടെ കിട്ടിക്കഴിയുമ്പോഴേക്കും അത് ഓൾറെഡി സസ്പെൻഡ് ആവും. പിന്നെ നമുക്കത് റിസംഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്നാണ് നമ്മൾ തിരിച്ച് പ്രാക്ടീസിലേക്ക് വരാൻ ഉദ്ദേശിക്കുന്നത്, അന്ന് ബാർ കൗൺസിലിൽ ഇതേപോലെ നമ്മൾ റിസംഷൻ ചെയ്താൽ മതി. താങ്ക്